നമസ്കാരം. വേദാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും തെറ്റായി വ്യാഖ്യാനിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പരശുരാമൻ കർണനെ ശപിച്ചത്? അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. അന്നത്തെ ആയോധന വിദ്യാ പരിശീലനത്തിന് ശേഷം ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആ ബ്രാഹ്മണ യുവാവിൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു. നീണ്ട ഒരു മയക്കത്തിന് ശേഷം ഗുരുവിന് തൻ്റെ ചെവിയിൽ ഒരു നനവ് അനുഭവപ്പെടുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ശിഷ്യൻ്റെ തുടയിൽ നിന്നും രക്തം ഒഴുകുന്നതാണ്. അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത്രയും വേദന സഹിച്ച് അനങ്ങാതിരുന്നത്? ശിഷ്യൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു, അങ്ങയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ ഇരിക്കാൻ. ഗുരുവിൻ്റെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. അദ്ദേഹം അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? ഒരു ബ്രാഹ്മണ യുവാവിന് ഒരിക്കലും ഇത്രയും വേദന സഹിച്ചുകൊണ്ട് ഒരാളെ സേവിക്കാൻ കഴിയുകയില്ല. പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു നിമിഷം കൊണ്ട് ഭയവും കുറ്റബോധവും നിറഞ്ഞു. തൻ്റെ ഗുരുവിൻ്റെ കോപം അവൻ ആദ്യമായാണ് കാണുന്നത്. അവൻ ഗുരുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സൂതനാണ്. ഗുരു തൻ്റെ ശിഷ്യൻ്റെ നേരെ തൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ശപിച്ചു, നുണ പറഞ്ഞുകൊണ്ട് സന്മാർഗത്തിലൂടെയല്ലാതെ നീ പഠിച്ച ഈ വിദ്യയെല്ലാം നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് മറന്നുപോകും. അന്ന് അവിടെ ഇതായിരുന്നു നടന്നത്. പക്ഷേ ഗുരു പരശുരാമൻ കർണൻ ഒരു സൂതനായതുകൊണ്ടാണോ അവനെ ശപിച്ചത്? അതോ നുണ പറഞ്ഞതുകൊണ്ടാണോ? നമുക്ക് ഈ കഥയെ ഒന്നുകൂടി മനസ്സിലാക്കാൻ നോക്കാം. അതിന് ഇവർ എന്ത് സാഹചര്യത്തിലാണ് അന്നുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കർണൻ മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. വളരെയധികം ആരാധകരുള്ള ഒരു വ്യക്തിയുമാണ്. ഏറ്റവും നല്ല ധനുർധാരിയായ അർജുനൻ പോലും കർണൻ്റെ നിഴലിലായി പോകുന്നു പലപ്പോഴും ആ കഥയിൽ. കുന്തിയുടെ മൂത്ത പുത്രനായി രാജവംശത്തിൽ ജനിച്ചവനായിരുന്നിട്ടും കർണൻ തൻ്റെ സാഹചര്യങ്ങൾ കാരണം ഒരു സൂതപുത്രനായി വളരേണ്ടി വന്നു. ക്ഷത്രിയന്മാരെക്കാളും കഴിവുണ്ടായിട്ടും തന്നെ ആരും അംഗീകരിക്കാതിരിക്കുന്നതിൽ അസംതൃപ്തനായിരുന്നു കർണൻ. ആയോധന കലകൾ പരിശീലിപ്പിക്കാൻ ദ്രോണാചാര്യർ ഉൾപ്പെടെ പല ശ്രേഷ്ഠന്മാരുടെയും സമീപിച്ചെങ്കിലും സൂതനാണ് എന്ന ഒറ്റ കാരണത്താൽ എല്ലാവരും കർണനെ തിരിച്ചയച്ചു. ഇത് കർണനിൽ കൂടുതൽ വാശി വളർത്തുന്നു. എന്ത് ചെയ്താണെങ്കിലും ആയോധന വിദ്യ പഠിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ധനുർധാരിയാകാൻ അവൻ തീരുമാനിക്കുന്നു. അതിനായി ദ്രോണരുടെ ഗുരുവായ പരശുരാമനെ അന്വേഷിച്ച് അവൻ യാത്ര തുടങ്ങുന്നു. ഒരു സൂതനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ശിഷ്യനായി സ്വീകരിക്കാതിരിക്കുമോ എന്ന് ഭയമുള്ളതുകൊണ്ടും ക്ഷത്രിയരെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടും അവൻ ബ്രാഹ്മണനായി വേഷം മാറി അദ്ദേഹത്തെ സമീപിക്കുന്നു. ഇതേ സമയം ഇനി ആർക്കും തന്നെ ആയോധന വിദ്യ അഭ്യസിപ്പിക്കില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് സന്യാസ ജീവിതം നയിക്കുകയായിരുന്നു പരശുരാമൻ. ലോകത്തിൻ്റെ നന്മയ്ക്കായി താൻ അറിവ് പകർന്നു കൊടുത്ത ഭീഷ്മർ ഹസ്തിനപുരത്തിൻ്റെ അടിമയായതും ദ്രോണർ തൻ്റെ ദുരഭിമാനത്തിൻ്റെ അടിമയായതും പരശുരാമനെ ഈ തീരുമാനത്തിൽ എത്തിക്കുകയായിരിക്കാം. എന്നാൽ കർണൻ്റെ വിദ്യ ആർജിക്കാനുള്ള അതിയായ ആഗ്രഹത്തിലും സമർപ്പണത്തിലും വിനയത്തിലും ആകൃഷ്ടനായ പരശുരാമൻ ആ കൗമാരക്കാരനെ ശിഷ്യനായി സ്വീകരിക്കുന്നു. തൻ്റെ അറിവുകൾ അവന് പകർന്നു കൊടുക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. കർണൻ യുവാവായി മാറി. ആയോധന വിദ്യകൾ വളരെ അനുസരണയോടും താൽപ്പര്യത്തോടും പഠിച്ച തൻ്റെ മിടുക്കനായ ശിഷ്യന് അദ്ദേഹം ബ്രഹ്മാസ്ത്രവിദ്യയും പഠിപ്പിച്ചു. ബ്രഹ്മാസ്ത്രം ദ്വാപരയുഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അതിശക്തമായ ആയുധം, ഇന്നത്തെ കാലത്തെ ആറ്റം ബോംബ് പോലെ. ആ അറിവ് പോലും പകർന്നു നൽകണമെങ്കിൽ ഗുരുവിന് ശിഷ്യനിൽ എത്ര വിശ്വാസം വന്നിരിക്കണം എന്ന് മനസ്സിലാക്കാമല്ലോ. ഒരു ദിവസം അവർ പരിശീലനം നടത്തുമ്പോൾ പരശുരാമന് നല്ല ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടു. കർണനോട് കിടക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കർണൻ്റെ മടിയിൽ തല ചായ്ച്ച് കിടക്കവേ പരശുരാമൻ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് എങ്ങു നിന്നോ വന്ന ഒരു തേൾ കർണൻ്റെ തുടയിൽ കുത്തിയത്. വല്ലാത്ത വേദനയും രക്തസ്രാവവും ഉണ്ടായെങ്കിലും ഗുരുവിൻ്റെ ഉറക്കം കെടുത്താതിരിക്കാൻ കർണൻ അനങ്ങാതെയിരുന്നു. പതുക്കെ രക്തം പരശുരാമൻ്റെ ചെവിയിലെത്താൻ തുടങ്ങി. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ നിറയെ ചോര കണ്ടു. ഇത് ആരുടെ രക്തമാണ്? പരശുരാമൻ കർണനോട് ചോദിച്ചു. അത് എൻ്റേതാണ്, കർണൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ പരശുരാമൻ കർണൻ്റെ തുടയിൽ തുറന്ന ആ മുറിവ് ശ്രദ്ധിച്ചു. പരശുരാമൻ അവനെ നോക്കി പറഞ്ഞു, ഒരു ബ്രാഹ്മണ യുവാവിന് ഒരിക്കലും ഇത്രയും വേദന സഹിച്ചുകൊണ്ട് ഒരാളെ സേവിക്കാൻ കഴിയുകയില്ല.
കരഞ്ഞുകൊണ്ട് കർണൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി. ഞാൻ ഒരു സൂതനായതിനാൽ എല്ലാവരും എന്നെ അവഗണിച്ചു. അതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്. ഉള്ളിലെ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് ഗുരു ചോദിച്ചു, ഇത്രയും വർഷം എൻ്റെ ഒപ്പം ജീവിച്ചിട്ടും നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? ഗുരു തൻ്റെ ശിഷ്യൻ്റെ നേരെ തൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ശപിച്ചു, നുണ പറഞ്ഞുകൊണ്ട് സൽമാർഗത്തിലൂടെ അല്ലാതെ നീ പഠിച്ച ഈ വിദ്യയെല്ലാം നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് മറന്നുപോകും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് പരശുരാമൻ കർണനെ ശപിച്ചത്? ശക്തനായ കർണന് ആ തേളിൻ്റെ കുത്ത് സഹിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഗുരുവിൻ്റെ ഉറക്കം ഭംഗം വന്നാലും ലോകത്തിലെ ഏറ്റവും ശക്തിശാലികളിൽ ഒരുവൻ വേദനകളെ സഹിച്ചുകൊണ്ട് സ്വയം അടിമയാകാൻ പാടില്ല. ഇത് തന്നെയാണ് കർണൻ്റെ ജീവിതത്തിലും പിന്നീട് സംഭവിച്ചത്. നല്ലവനായ കർണൻ തൻ്റെ സുഹൃത്ത് ദുര്യോധനു വേണ്ടി തിന്മയുടെ പക്ഷത്ത് നിലകൊണ്ടു. ഇന്ന് അവൻ്റെ കാലുകളിൽ തേൾ കുത്തിയതെങ്കിൽ പിന്നീട് അവൻ്റെ മനസ്സിനെ കുറ്റബോധത്തിൻ്റെ തേൾ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം സുഹൃത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി മനസ്സാൽ അവൻ്റെ അടിമയായ കർണൻ അത് സഹിച്ച് ജീവിച്ചു. ഏതു തിന്മയും എതിർക്കാൻ ശക്തിയുള്ള കർണൻ സ്വയം ഒരു അടിമയെപ്പോലെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും തിന്മയുടെ ഒപ്പം നിലകൊണ്ടു. അതുകൂടാതെ കർണൻ വർഷങ്ങളോളം തൻ്റെ ഗുരുവിനെയും അവനെയും തന്നെ വഞ്ചിക്കുകയായിരുന്നു. അത്രയും വർഷം അവൻ ഗുരുവിനോട് സത്യം പറഞ്ഞില്ല. അവനെക്കുറിച്ച് ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അവൻ നുണയായിരുന്നു പറഞ്ഞത്. എന്നും അവനൊരു ബ്രാഹ്മണനെ പോലെ ജീവിച്ചു. അവർ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാൻ അവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. തൻ്റെ ഗുരുവിനെയും തന്നെപ്പോലും അവൻ അതിനുവേണ്ടി വഞ്ചിച്ചു. പരശുരാമന് ഒരു കാര്യം മനസ്സിലായി. ജീവിതത്തിൽ അവൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ അവൻ ചിലപ്പോൾ ബ്രഹ്മാസ്ത്രം വരെ പ്രയോഗിച്ചേക്കാം. അത് പ്രപഞ്ചത്തിന് തന്നെ തകരാറു വരുത്തി വയ്ക്കാം. ഗുരു മനസ്സിലാക്കിയത് സത്യമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ അർജുനന് നേരെ തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അർജുനൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രമുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവൻ അതിന് മടി കാണിക്കുന്നില്ല. രണ്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ കൂട്ടിമുട്ടൽ ഒരു വലിയ വിപത്തിൽ എത്തുമായിരുന്നു. അപ്പോഴാണ് പരശുരാമൻ്റെ ശാപം ഫലിച്ചത്. അവൻ തൻ്റെ വിദ്യകൾ മറന്നു. ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ കഴിയാതെയായി. പ്രപഞ്ചത്തിൻ്റെ നല്ലതിനു വേണ്ടിയായിരുന്നു ആ ശാപമെന്ന് വ്യക്തം. ഓരോ കഥാപാത്രങ്ങളെ നായകന്മാരാക്കി ഇറക്കുന്ന കഥകളിലും സീരിയലുകളിലും പലപ്പോഴും മറന്നുപോകുന്ന ഒന്നുണ്ട്. വളരെ കോപിഷ്ഠനായ ജരാനരകൾ ബാധിച്ച ഒരു സന്യാസി മാത്രമല്ല പരശുരാമൻ. 3 യുഗങ്ങൾ കണ്ട മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഭാർഗവരാമനാണത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും ആ കാലഘട്ടത്തിൻ്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു. ഇനി നിങ്ങൾ പറയൂ, പരശുരാമൻ കർണനെ ശപിച്ചത് അവൻ സൂതനായതുകൊണ്ട് മാത്രമാണോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.